ലൈസൽ മുഅ്മിനു ബിത്തആൻ വലൽ ലആൻ വലൽ ഫാഹിഷ് വലൽ ബദീ. ഒരു സത്യവിശ്വാസി ഒരിക്കലും ഈ നിലക്ക് ശപിച്ചു പറയുന്ന, തെറി വിളിക്കുന്ന, ചീത്ത പറയുന്ന, അത് കോമഡിയുടെ പേരിലാണെങ്കിലും എന്ത് കാര്യങ്ങൾക്ക് പേരിലാണെങ്കിലും വൃത്തികേടുകൾ പറയുക, വൃത്തികെട്ട സംസ്കാരം, നമ്മുടെ പുതിയ ജനറേഷനൊക്കെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാക്കുകൾ, അറപ്പുകൾ തോന്നിപ്പിക്കുന്ന വൃത്തികേടുകൾ മാത്രം സോഷ്യൽ മീഡിയകളിലൂടെ പറയുന്നു, സംസാരിക്കുന്നു. അത്തരത്തിലുള്ള ചില പുതിയ വേർഡുകൾ അവർ തയ്യാറാക്കുന്നു, പ്രയോഗിക്കുന്നു. മറ്റുള്ളവരിൽ നിന്ന് തെറികളും ചീത്തകളും കേൾക്കേണ്ടി വന്നാൽ പോലും അതേ നാണയത്തിൽ തിരിച്ചു പറയാതെ അവന്റെ നാവിനെ കൃത്യമായി സൂക്ഷിച്ച് അവന്റെ ആദർശനിഷ്ഠ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കും. കാരണം അവന്റെ മനസ്സിൽ അവൻ സദാ നിലനിർത്തുന്നത് അവന്റെ ഒരു പ്രത്യേകമായ ഭയമാണ്. മുസ്തഫയുടെ നിർദ്ദേശം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറാ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ, റബ്ബിനെ കണ്ടുമുട്ടും എന്ന് ഭയമുണ്ടെങ്കിൽ, ഈമാനവന്റെ ഹൃദയത്തിലേക്ക് ആണ്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ, പറയുന്നുവെങ്കിൽ നല്ലത് മാത്രം പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരുന്നോളണം, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശം. കാരണം അവന്റെ മനസ്സിൽ സദാ അലയടിക്കുന്ന ഒരു വചനമുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും, ഞാൻ എന്ത് എഴുതിയാലും എല്ലാം അതവിടെ രേഖയാണ്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യനൊരു വാക്കും ഉരിയാടുന്നില്ല, സൂക്ഷ്മ നിരീക്ഷകരായി എപ്പോഴും അവന്റെ അടുക്കൽ സദാ സന്നദ്ധരായി കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായ റബ്ബിന്റെ മലായിക്കത്തുകൾ രേഖപ്പെടുത്തുകയാണ് മുഴുവനും. ആ ഓർമ്മയുള്ളപ്പോ അവന്റെ സംസാരം കൺട്രോൾഡായിരിക്കും, നോട്ടം കൺട്രോൾഡായിരിക്കും, അവന്റെ കേൾവി എല്ലാം അവൻ വളരെ ക്ലിയറായി കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കും.